ഓ ഇന്ന് രണ്ടാം ശനിയാഴ്ച ആയതുകൊണ്ട് ജിനിച്ചേച്ചി ഇവിടെ കാണും, ഇന്ന് ജോലിക്ക് പോയി കാണൂലെന്നും പറഞ്ഞാണ് എന്റെ മകൾ എന്റെ കൂടെ പോകുന്നത്. അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് വരാൻ പെണ്ണിന് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതാ. ചേച്ചീനെ കാണാനെന്നും പറഞ്ഞ ഒന്ന് ചേച്ചി ജോലിക്കും പോയി. ആ, അവക്ക് ശനിയാഴ്ച ലീവ് ഇല്ലല്ലോ. ആ, അല്ല അവക്ക് കല്യാണം ഒന്നും നോക്കുന്നില്ലേ? വയസ്സ് 25 ആയില്ലേ? ഓ ഇപ്പൊ കല്യാണം വേണ്ടെന്നാ പറയുന്നേ. ഇനിയിപ്പൊ സമയമാകുമ്പം പറയട്ടെ. പെണ്ണ് അങ്ങനെയൊക്കെ പറയും, അത് നീ അങ്ങ് സമ്മതിച്ചു കൊടുക്കുവാണോ? പെൺപിള്ളാർ 25 വയസ്സ് കഴിഞ്ഞ് വീട്ടിൽ നിർത്തിയ കൊള്ളിയല്ലെന്നേ, പിന്നെ അങ്ങ് കെട്ടിച്ചു വിട്ടേക്കണം. ഓ എന്തിന്, കുറച്ച് കഴിഞ്ഞിട്ട് കെട്ടിച്ചാ പോരെ? 18 വയസ്സ് പൂർത്തിയായതിന് പിറ്റേ മാസം കല്യാണം കഴിപ്പിച്ചു വിട്ടത് തന്നെ. ജീവിതം നേരാൻ വേണം ഒന്ന് ആസ്വദിക്കാനും കൂടി പറ്റിയില്ല. പിന്നെ അടുക്കളയായി, വീട്ടിലെ പണിയായി, പിള്ളേരുടെ കാര്യമായി, ചെറുപ്പത്തിലെ തന്നെ വലിയ വലിയ ഉത്തരവാദിത്തങ്ങളായി പോയില്ലേ. പെട്ടെന്ന് പ്രായമായ പോലെ എനിക്ക് തോന്നുന്നേ. അതെന്നാ വർത്താനമാ നീ പറയുന്നേ? കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ജീവിതം ആസ്വദിക്കാൻ പറ്റിയല്ലേ? ഈ കല്യാണം കഴിഞ്ഞവരൊക്കെ ഒരു മൂലയ്ക്ക് സങ്കടപ്പെട്ട് പോയി ഇരിക്കുവാണ്, വിഷാദം ഭാവിച്ച്. അയ്യോ അങ്ങനെയല്ല എന്റെ നാത്തൂനെ, കല്യാണം കഴിഞ്ഞ ജീവിതം ഭയങ്കര മനോഹരം തന്നെയാ, അല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഉത്തരവാദിത്തം കൂടുവരെ. ഇതിപ്പോ ഉത്തരവാദിത്തം പോലും ഒന്നും ഇല്ലാതെ ഇങ്ങനെ ആസ്വദിച്ച് പറന്ന് നടക്കാൻ കല്യാണത്തിന് മുമ്പല്ലേ പറ്റുള്ളൂ. പിന്നെ വീടായി, പിള്ളേരായി, അങ്ങനെ ഓരോരോ ഉത്തരവാദിത്തങ്ങൾ വരുമല്ലോ. അതാ ഞാൻ പറഞ്ഞത്. ഓ, മകള് പറയുന്നത് കേട്ട് നീ അങ്ങ് തുള്ളിക്കോ. ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ല. നിന്റെ ഇഷ്ടം, നിന്റെ മകള്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അല്ല, പെണ്ണ് മുടിയിലൊക്കെ നിറച്ച കളർ ചെയ്തല്ലേ? എന്ത് കാര്യത്തിനാ ചുമന്ന കളർ ചെയ്ത് വെച്ചേക്കുന്നത് എന്റെ ദൈവമേ? ഹൂ, അയ്യോ, നാത്തും പറയുന്നത് കേട്ട് എന്താ അവളെന്തോ കൊലക്കുറ്റം ചെയ്ത പോലെയാണല്ലോ മുടി കളർ ചെയ്ത കാര്യം പറയുന്നേ. ഇന്നത്തെ പിള്ളേരുടെയൊക്കെ ഓരോരോ ഇഷ്ടങ്ങളല്ലേ അതൊക്കെ. ഉം മുടിയൊന്നും കളർ ചെയ്യുന്നതൊന്നും അത്ര നല്ല പെൺപിള്ളാരൊന്നും അല്ല. മുടിയൊക്കെ കളർ ചെയ്ത് പെൺപിള്ളാരെ കണ്ടാൽ തന്നെ ആൾക്കാർ വിലയിരുത്തും, ഇത് എങ്ങനെയുള്ളൊരു പെങ്കൊച്ചാന്ന്. ചിട്ടയ്ക്ക് വളർത്തുന്ന കൊച്ചല്ലെന്ന് അപ്പൊ തന്നെ അതിനെ കണ്ടാൽ അറിയാം. അതിനിപ്പോ നീ അങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കുമല്ലേ. അത് മാത്രമല്ലല്ലോ, പിന്നെ സ്റ്റാറ്റസ് ഇട്ടത് കണ്ടായിരുന്നെന്ന് പറഞ്ഞു കൊച്ച്. പിന്നെ സെക്കൻഡ് ഷോയ്ക്ക് പോയത് ഫ്രണ്ട്സിന്റെ കൂടെ രാത്രി തിയേറ്ററിന്റെ പുറത്ത് വെക്കുന്ന ഫോട്ടോ എടുത്തിട്ട് എന്തോ ഒരു വേഷമാടി നിന്റെ മകള് ധരിച്ചേക്കുന്നത്. അയ്യോ, കണ്ടാൽ എനിക്കങ്ങ് നാണമാകും. ഇറുകി പിടിച്ചൊരു ജീൻസ്, ഇറക്കമില്ലാത്ത ഒരു ടോപ്പും, കയ്യിൽ പൊക്കിയ വയറ് മൊത്തവും കാണാതിരിക്കും. എന്തിനാണ് ഇങ്ങനെയൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നത്? നീ ഒരു അമ്മയല്ലേ? ഏ, അവക്ക് ആകപ്പാടെ ഞായറാഴ്ച ഒരു ദിവസം ലീവ് ഉള്ളൂ. അന്നേരം പിന്നെ എവിടെയെങ്കിലും കിടന്നുറങ്ങുമോ, എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കിച്ച് കഴിക്കുകയൊക്കെ ചെയ്യും. അത്രയും പണിയല്ലേ ഓഫീസില്. പിന്നെ പോകാൻ വേണ്ടി സിനിമ കാണാനൊക്കെ പോകാൻ അപ്പോഴേ സമയമുള്ളൂ. അന്നേരം കൂട്ടുകാരോടെ പോയി സിനിമയൊക്കെ കാണുന്നു. അതിനിപ്പോ എന്താ കുഴപ്പം എന്താ? ഏ, അയ്യോ എന്റെ പൊന്നു പെണ്ണെ, അത് വളർത്തു ദോഷമാണെന്ന് പറഞ്ഞ അമ്മേനെ നാട്ടുകാര് കുറ്റം പറയുള്ളൂ. നമ്മുടെ നാടാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നീ വേണമെങ്കിൽ അംഗീകരിക്കും. ഓ എനിക്കിതൊക്കെ കാണുമ്പോ എനിക്ക് അങ്ങോട്ട് പേടിയാവുക. എന്റെ മോളെ 6 മണി കഴിഞ്ഞാൽ ഞാൻ വീടിന്റെ പുറത്തിറക്കിയല്ല. അത് എന്ത് കാര്യത്തിനായാലും ശരി, മുറ്റത്തോട്ട് ഞാൻ ഇറക്കിയല്ല. അത് മാത്രമാണ്, ഒരു വേഷമാണേലും എന്നോട് ചോദിക്കാതെ അവളൊരു വേഷം ഇടിയല്ല. ഒരു ചുരിദാർ തയ്ക്കാൻ കൊടുത്താൽ പോലും അത് എന്റെ ഇഷ്ടത്തിനാണ് തയ്ച്ചെടുക്കുന്നത്. അത്രയും ചിട്ടയിലും അച്ചടക്കത്തിലും ഒതുക്കത്തിലുമാണ് ഞാൻ എന്റെ മകളെ വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരാളും എന്റെ മകളെ കുറിച്ച് ഒരു മോശം അഭിപ്രായം പറയലെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. നാത്തൂനെ, എന്റെ മോളെ എനിക്ക് നല്ല വിശ്വാസമാണ്. അവൾ എങ്ങനെയൊക്കെയാണ്, എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയുകയും ഞങ്ങൾ നല്ലൊരു ഫ്രണ്ട്സിനെ പോലെയാ. എനിക്ക് പറയാനുള്ളത്, ആണായാലും പെണ്ണായാലും മക്കളിൽ നമുക്കൊരു വിശ്വാസം വേണം. മക്കളെ മനസ്സിലാക്കുകയും ചെയ്യണം. അല്ലാണ്ട് ഇപ്പൊ എവിടെയും വിടാതെ ഇന്നത്തെ കാലത്ത് പെരക്കാത്തിട്ട് പെൺപിള്ളേരെ വളർത്താനൊന്നും പറ്റിയല്ല. ഇന്നത്തെ ലോകം മാറിയില്ലേ, നമ്മൾ ജീവിച്ച പോലത്തെ കാലഘട്ടമാണോ? ആ, ഉം വിശ്വസിച്ചോ വിശ്വസിച്ചോ, അമിതമായിട്ട് അങ്ങ് വിശ്വസിക്കണ്ട. ലാസ്റ്റ് കരയാണ്ടിരുന്നാ മതി. ആ, മോൾ അവിടെ തന്നെ ഇരിക്കുവല്ലേ, വാ. തന്നെ ഇരുന്നിട്ടേ ബോറടിക്കുന്നുണ്ടോ മോക്ക്? ആ, ചേച്ചി ഉണ്ടാവുന്ന ഓർത്തിട്ടാ ഞാൻ വന്നത്, അല്ലെങ്കിൽ ഞാൻ വരൂലായിരുന്നു. എന്റെ മോളെ, അവക്ക് ഞായറാഴ്ച മാത്രമേ ലീവുള്ളൂ. സെക്കൻഡ് സാറ്റർഡേ ലീവ് ഒന്നും അവളുടെ ജോലിക്കില്ല. ആകെപ്പാടെ ഒരു ഞായറാഴ്ച ദിവസം കിട്ടും ലീവ്. ആ പിന്നെ മൂത്ത ചേച്ചി വരും, ഇപ്പം അവള് വരൂന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങി. ആ, ആതിരേച്ചി വരുന്നുണ്ടോ? ആതിരേച്ചിന്റെ കല്യാണത്തിന്റെ അന്ന് ഞാൻ കണ്ടിട്ട്, പിന്നെ ഒരു പ്രാവശ്യം ചേട്ടനും ചേച്ചിയും കൂടെ വീട്ടിൽ വന്നപ്പോ കണ്ടതാ. പിന്നെ കണ്ടിട്ടേ ഇല്ല ആതിരേച്ചിനെ. എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് പോകണ്ടേ, പിന്നെ ഇന്ന് ലീവ് എടുത്തു. അപ്പൊ ഓടി വന്നൊന്ന് അമ്മേനെ കണ്ടിട്ട് പോവാന്നും പറഞ്ഞിട്ട് അങ്ങനെ വരുന്നതാ. ഇപ്പൊ എത്തുമായിരിക്കും. ആതിരയുടെ കൊച്ച് LKG-യിലല്ലേ പഠിക്കുന്നേ? ആ, കൊച്ച് LKG കഴിഞ്ഞു, ഇപ്പൊ UKG-യിലോട്ടായില്ലേ? ആ, UKG ആയോ? ഉം മൂത്ത മോളെ നീ സമയത്തിന് കെട്ടിച്ചു വിട്ടല്ലോ. ഇപ്പൊ കൊച്ചു സ്കൂളിലും പോകാൻ തുടങ്ങി. പിന്നെ ഇളയ മോളെ കെട്ടിക്കാൻ എന്താ ഒരു തടസ്സം? എന്റെ നാത്തൂനെ, അവള് പഠിച്ചിറങ്ങി ജോലിയായി കഴിഞ്ഞപ്പോ തന്നെ അവൾക്ക് നല്ലൊരു ആലോചന വന്നേ.
അന്നേരം എങ്ങനെയാ മോളെ നടത്തണോന്ന് ചോദിച്ചപ്പോ അവൾ ഓക്കെ പറഞ്ഞു, കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അങ്ങനെ അവളുടെ കല്യാണം നടത്തുന്നേ. ഇളയവളോട് കല്യാണത്തിന് താല്പര്യമുണ്ട്, കല്യാണം നോക്കട്ടെ എന്ന് പറയുമ്പോ സമ്മതിക്കുന്നില്ല, കുറച്ച് കഴിയട്ടെ, സമയമാകുമ്പോ ഞാൻ പറയാന്നാ പറയുന്നത്. പിന്നെ ഈ കല്യാണമൊക്കെ നമ്മൾ നിർബന്ധിച്ച് കുത്തി നടത്തേണ്ട ഒരു കാര്യമാണ്, അവർക്കും കൂടെ തോന്നണ്ടേ, അല്ലേ മോളെ? ആ അതെ. അല്ല. ഇപ്പോഴും വാ തുറന്ന് സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാൻ അമ്മേനെ പേടിയല്ലേ? അങ്ങനെ അമ്മേനെ പേടിച്ച് വാ തുറക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പൊ ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, ഇനി എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ടൊക്കെ ഒരു അഭിപ്രായമൊക്കെ പറയണം. അതൊരു മോള് പുറത്തിറങ്ങാനും എല്ലാം അമ്മേനെയോ അച്ഛനെയോ ആങ്ങളേനെയോ കൂട്ടുപിടിക്കുന്ന ഇവിടെ നാത്തൂൻ പറയുന്നേ. അങ്ങനെയൊന്നും അല്ല, സ്വന്തമായിട്ട് സ്വന്തം കാലം നിക്കണ്ടേ ഇനി? ഏഹ് ഇനിയിപ്പോ ഏതായാലും പരാതി തീർന്നല്ലോ. ഒരു കാര്യം ചെയ്യും, രണ്ടുപേരും കൂടെ സംസാരിച്ചിരിക്കും. ഞാനേ കഴിക്കാൻ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കട്ടെ കേട്ടോ. ആ, ഞാനാണെങ്കിൽ ചേച്ചിയുടെ മോളെ കണ്ടിട്ടേ ഇല്ല. കുഞ്ഞിനെ കൊണ്ടുവരുന്നെങ്കിൽ എനിക്കും കൂടി ഒന്ന് കാണായിരുന്നു. അതിന് നീ ഒരു ദിവസം അങ്ങോട്ട് വാടി. ഏ, ഞാൻ ഒറ്റയ്ക്കോ? പിന്നെ അല്ലാതെ. അല്ല, ഞാൻ അച്ഛന്റെ അമ്മയുടെ അല്ലെങ്കിൽ എന്റെ ആങ്ങളേന്റെ കൂടെ പുറത്തൊക്കെ പോവാറുള്ളൂ ചേച്ചി. അങ്ങനെ തന്നെയൊന്നും എവിടെയും പോവാറില്ല. അതെന്താ നീ ഒറ്റയ്ക്ക് എവിടെയും പോവാത്തത്? ഒന്നുമില്ല, ഞാൻ പോവാറുമില്ല, പിന്നെ അമ്മ സമ്മതിക്കേയില്ല. ഞാൻ സംസാരിക്കാം നിന്റെ അമ്മയോട്. നിന്റെ അമ്മയ്ക്ക് എന്റെ അടുത്ത് ചെറിയൊരു ഇഷ്ടക്കൂടുതലുണ്ടല്ലോ, അപ്പൊ ഞാൻ പറഞ്ഞത് സമ്മതിക്കുമായിരിക്കും. അല്ല, അത് വേണ്ട. അത് മാത്രമല്ല കാര്യം, വേറൊരു കാര്യവും കൂടി ഉണ്ട്. പിന്നെന്താ? അത് പിന്നെ ചേച്ചി ആരോടും പറയരുത്. ഇല്ലടി, പറ. ഏട്ടായി സമ്മതിക്കൂല ചേച്ചി. പ്രേമമാണോ? ഉം ചേച്ചി അമ്മയോടൊന്നും പറയരുത് കേട്ടോ. എന്റെ അമ്മ അറിഞ്ഞ എന്നെ കൊന്ന അടുപ്പത്ത് വെക്കും, വെട്ടി നുറുക്കി. ഓഹ്, അതുകൊണ്ടാ ചേച്ചി ആരോടും പറയരുത് കേട്ടോ. ഞങ്ങളെ 2 മാസം കഴിയുമ്പോൾ ഒളിച്ചോടാനാ തീരുമാനിച്ചേക്കുന്നത്. എന്തായാലും വീട്ടിൽ സമ്മതിക്കില്ല. അതുകൊണ്ട് ഏട്ടായി പറയുന്നത് നമുക്ക് ഒളിച്ചോടാന്നാ. അമ്പടി വീരാ, എന്താ നിന്റെ ഏട്ടായിക്ക് ജോലി? ഏട്ടായി ഒരു ചെരുപ്പ് കടയിലാണ് നിൽക്കുന്നതേ. മാസം 10,000 രൂപ ശമ്പളം ഉണ്ട്. അത് മതി നമുക്ക് സുഖമായിട്ട് ജീവിക്കാന്നാ ഏട്ടായി പറയുന്നത്. ശരി ശരി, നിന്റെ ഏട്ടായിയെ ആളെങ്ങനെയാ സ്വഭാവം? ഏട്ടായി ഭയങ്കര ദേഷ്യക്കാരനാ ചേച്ചി. എന്തൊരു ദേഷ്യാന്നറിയോ? പക്ഷെ നല്ല കെയറിങ്ങാ, സ്നേഹം കൊണ്ടാ എന്നോട് ദേഷ്യപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ചയെ ഞാൻ കോളേജിൽ പോകുന്ന വഴിക്ക് ഒരു ചേട്ടൻ എന്നോട് വന്നിട്ട് വഴി ചോദിച്ചു. അപ്പൊ ഞാൻ ആ ചേട്ടന് വഴി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഏട്ടായി അത് കണ്ടോണ്ട് വന്നത്. ഒറ്റ അടിയായിരുന്നു. കണ്ട ആണുങ്ങളോടൊക്കെ സംസാരിക്കുന്നോടിന്നും പറഞ്ഞിട്ട്. എന്റെ ആണെങ്കിൽ കണ്ണി കൂടെ പൊന്നീച്ച് പറഞ്ഞു ചേച്ചി. പക്ഷെ കെയറിങ് കൊണ്ടാണേ, പാവം ഏട്ടായി. ഉം. അപ്പൊ നിന്റെ ഏട്ടായിയെ ഈ പെണ്ണുങ്ങളോടൊന്നും മിണ്ടൂലേ? ഏട്ടായിക്ക് കുറെ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അവര് സിനിമ കാണാൻ പോവും, ബൈക്കിൽ കറങ്ങും ഒക്കെ ചെയ്യും. ഭയങ്കര തിക്കായിട്ടുള്ള ഫ്രണ്ട്സാ അവരൊക്കെ. ചിലപ്പോ വെളുപ്പിന് 3 മണിക്കും 2 മണിക്കും ഒക്കെ ഓൺലൈനിലൊക്കെ കാണാം. ഏതൊക്കെയോ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നയാ, എന്നോട് പോയി കിടക്കാൻ പറയും. ആ, അപ്പൊ നീയും ഇതുപോലെ ഏട്ടായിക്കിട്ട് 2 എണ്ണം പൊട്ടിച്ചായിരുന്നോ? എനിക്ക് ഒരു ദിവസം സങ്കടം വന്നു. അപ്പൊ ഞാൻ ഏട്ടായിയോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ പെൺപിള്ളേരോടൊക്കെ സംസാരിക്കുന്നേ, കറങ്ങാൻ പോകുന്നേന്ന്. അപ്പൊ ഏട്ടായിക്ക് അങ്ങ് ദേഷ്യം വന്നില്ലേ. നിനക്കെന്നെ സംശയമാണോ? നീ ഒരു സംശയരോഗിയാന്ന് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് അങ്ങ് സങ്കടായി. ചോദിച്ചില്ലെന്നായിപ്പോയി ചേച്ചി. എന്റെ പൊന്നു പെണ്ണെ, കല്യാണം ഒളിച്ചോട്ടെന്നൊക്കെ ചിന്തിക്കാതെ ആദ്യം പഠിച്ചൊരു ജോലി വാങ്ങി സ്വന്തം കാലം നിൽക്കാൻ നോക്കുന്നേ. എനിക്ക് പഠിക്കാൻ ഇഷ്ടമല്ല ചേച്ചി. എനിക്ക് എങ്ങനെയെങ്കിലും ഏട്ടായിനെ കല്യാണം കഴിച്ച് പിള്ളേരെയൊക്കെ വളർത്തി വീട്ടിലിരുന്നാ മതിയെന്നേ ഉള്ളൂ. ഈ പഠിത്തം എന്തൊരു ബോറാന്നോ. ബെസ്റ്റ് ബെസ്റ്റ്. എന്റെ പൊന്നു കുഞ്ഞെ, നീ പറഞ്ഞു കേട്ടിടത്തോളം ഈ പറയുന്ന ഏട്ടായി ആളൊരു ഭ്രാന്തനാ. നീ അവനെ കെട്ടിക്കഴിഞ്ഞാൽ ശ്വാസം വിടുന്നത് പോലും അളന്നു തൂക്കി വിടേണ്ടി വരും. പിന്നെ 10,000 രൂപ. ഈ 10,000 രൂപയ്ക്കൊന്നും ജീവിക്കാൻ ഇന്നത്തെ കാലത്ത് പറ്റൂല. നാളെ നിങ്ങൾക്ക് ഒരു കൊച്ചുണ്ടായി, അതിന് തന്നെ വേണം മാസം 10,000 രൂപ. പിന്നെ എങ്ങനെ നിങ്ങൾ രണ്ടുപേരും കൂടി ജീവിക്കുന്ന? ആണോ? ആ, ആണ്. പിന്നെ നിന്റെ ഏട്ടായി. ഹും പിന്നെ കേട്ടിടത്തോളം നിന്റെ ഏട്ടായിക്ക് കുറെ പെണ്ണുങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒരുത്തിയായിരിക്കും നീ. നിന്നെ എങ്ങനെയാലും കല്യാണം കഴിച്ച് അവന്റെ കാര്യം നടത്തിയതിനു ശേഷം നിന്നെ ഒന്നെങ്കിൽ അവൻ കൊന്നു കളയും, അല്ലെങ്കിൽ അവൻ ഉപേക്ഷിക്കും. പിന്നെ നീ വീടും ഇല്ല, അവിടെയും ഇവിടെ ഇല്ലാണ്ട് ഇങ്ങനെ അലയേണ്ടി വരും. അയ്യോ, കയ്യോ. എന്റെ പൊന്നു കുഞ്ഞെ, സ്നേഹമുള്ളവരെ നമ്മളെ നുള്ളി നോവിക്കുക പോലുമില്ല. നമുക്കൊരു പോറല് പോലും ഏക്കാതെ നമ്മളെ പൊന്നു പോലെ നോക്കുകയുള്ളൂ. അല്ലാണ്ട് അടിച്ചു നുള്ളിയിട്ടും അല്ല സ്നേഹം പ്രകടിപ്പിക്കുന്നത്. മനസ്സിലായോ നിനക്ക്? എനിക്ക് മനസ്സിലായി ചേച്ചി. ദേ ഏട്ടായി വിളിക്കുന്നു. അല്ല, വിവേക് അവൻ വിളിക്കുന്നു. ഇങ്ങോട്ടെടുക്ക്, ഇങ്ങോട്ടെടുക്ക്. ഹലോ ഏട്ടായി, കാര്യങ്ങളൊക്കെ അവള് പറഞ്ഞു. ഇനി മേല അവളുടെ ഫോണിലേക്ക് വിളിച്ചേക്കരുത്. അത് പറയാൻ ഞാൻ ആരാന്നോ? ഞാനേ അവളുടെ കുഞ്ഞമ്മയാ, കുഞ്ഞമ്മ. നീ ഞങ്ങളുടെ കൊച്ചിനെ തല്ലു അല്ലേടാ? ഏ, ഞങ്ങള് കേസ് കൊടുക്കാൻ വേണ്ടി ഇരിക്കുവാ. കേസ് കൊടുത്ത് പോലീസിനെ കൊണ്ട് നിന്നെ അകത്താക്കിക്കണോ? വേണോടാ? ആ, ഇനി മേലെ അവളെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ
ഉറപ്പായിട്ട് നിന്റെ പേരിൽ കൊണ്ട കേസ് കൊടുക്കും കേട്ടോ. നീ പെണ്ണിനെ കൈ വെച്ചേക്കുന്നു അല്ലടാ. ഒരാൾക്ക് വഴി പറഞ്ഞു കൊടുത്തെന്നും പറഞ്ഞ ആരെങ്കിലും തല്ലുകൊടി പൊട്ടത്തി. നീ വെറും മന്ദബുദ്ധിയാണ്, പൊട്ടത്തിയാന്ന് അവന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിന്നെ പറ്റിക്കുന്നത്. ഇനി ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് അവനെ വിളിച്ച് പഴയ പോലെ വീണ്ടും പ്രണയിക്കാന്ന് വിചാരിക്കണ്ട. അവൻ എന്തെങ്കിലും ശല്യപ്പെടുത്തോ ഭീഷണിപ്പെടുത്തോ ചെയ്താല് എന്നോട് പറഞ്ഞേക്കണം കേട്ടോ. ചേച്ചി ദയവ് ചെയ്തിട്ട് എന്റെ അമ്മയോടോ ചേച്ചിയുടെ അമ്മയോടോ പറയരുത് കേട്ടോ, പ്ലീസ്. കേട്ടോ മോളെ ആതിരെ, എന്റെ മോളായതുകൊണ്ട് ഞാൻ പറയല. നാട്ടുകാർക്കൊക്കെ ഇവിടെ കുറിച്ച് എന്തോരം നല്ല അഭിപ്രായമാണെന്നറിയാവോ. കാരണം ഒരു വേഷം കിട്ടിയോടെ നടപ്പില്ല. അവളെ നല്ല വൃത്തിക്ക് ചുരിദാർ വിട്ട് ഷോള് വിട്ട് നല്ല മെനക്കേ നടക്കുള്ളൂ. ഒരു മനുഷ്യനെ കൊണ്ട് അവൾ ഇതുവരെ ഒന്നും പറയിച്ചിട്ടില്ല. ഞാൻ വളർത്തുന്നത് അങ്ങനെയാണേ. ഇപ്പൊ നിന്റെ അനിയത്തിയുടെ കാര്യം പറയുമായിരുന്നു ഞാൻ. തലമുടിയൊക്കെ കളറും ചെയ്ത് പിന്നെ ഒരു കോലം കെട്ടി എന്ത് കോലത്തിലാണ് അവള് നടക്കുന്നത്. എന്റെ മകളെ വല്ലതും ആയിരിക്കണായിരുന്നു. വിവരം അറിഞ്ഞേനെ. എന്റെ അനിയത്തിനോട് പറ കേട്ടോ, പറഞ്ഞ് മനസ്സിലാക്കാം. നമ്മുടെ നാട്ടിൽ കൂടെ നടക്കുമ്പോ നടക്കേണ്ട ചില രീതികളുണ്ട്. എന്റെ അനിയത്തിനെ എങ്ങനെ ഒരുത്തൻ തല്ലാൻ കൈ പൊക്കണം. അവൾ അവന്റെ മൂക്കിടിച്ച് ഷേപ്പും പറ്റും. എന്തിന്? കൈ ഉയർത്താൻ വേണ്ടി അവൻ വിചാരിക്കുന്നതിന് മുമ്പ് അവന്റെ ഇടപാട് അവള്. ചേച്ചി എന്താന്ന്? അല്ല ഒന്നുമില്ല. അമ്മായി വളർത്തുന്നതിന്റെ ഗുണവേ അവൾക്ക് വേണ്ടുവോളം ഉണ്ടെന്ന് പറയുമായിരുന്നു.